നേതാവ് അത് ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നടക്കമുള്ള കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ പരാമർശം അപമാനിക്കുന്ന പരാമർശമാണ് കെ ശൈലജയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. അതിന് താഴെയുള്ള ആളുകൾ, പിന്നെ വരുന്ന ആളുകളാണ് അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നത്. നിങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നേതാവിന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ നേതൃനിരയിൽ നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് മോശം പരാമർശം ഉണ്ടായിരിക്കുന്നു, ഇതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊരു വാചകം നിങ്ങളിൽ നിന്നുണ്ടാകുമോ? അല്ല സ്മൃതി, അതിൽ തർക്കം എന്താ ഉള്ളത്? യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് തെറ്റായ നടപടിയാണ്. അതിലൊരു തർക്കവും ഇല്ല. അത് ശരിയല്ലാത്ത നടപടിയാണ്. അതിലെന്താ, അത് ന്യായീകരിച്ചുകൊണ്ട് നമ്മൾ ഇതിനെല്ലാം ചർച്ച ചെയ്യുമ്പോൾ പിന്നെ എന്ത് ആത്മാർത്ഥയാണ് നമ്മുടെ ഒരു കാര്യം ചോദിക്കുന്നത്. പ്രതികരണത്തെ, ആ പോസ്റ്റിനെ തള്ളിക്കളഞ്ഞു എന്നൊരു പ്രതികരണം ഇതുവരെ വന്നില്ല. അങ്ങനെയാണെങ്കിൽ തലക്കെട്ടല്ലേ അത്? ഒരു ഷാഫി ചെയ്യേണ്ടതാണ്. അല്ല അത് അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഷാഫി ചെയ്യേണ്ടതാണെന്ന് പറയുമ്പോൾ ഞാൻ അതിലേക്ക് വരട്ടെ. ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ടീച്ചറുമായി ബന്ധപ്പെട്ട വീഡിയോസ്? അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഇത്തരം വീഡിയോകൾ പ്രചരിക്കാതിരിക്കട്ടെ, നല്ലത്. അങ്ങനെയാണെങ്കിൽ ഷോബിൻ തോമസിന്റെ ഫേസ്ബുക്കിലിട്ട കമന്റ് പ്രചരിപ്പിക്കുന്നത് CPM-ന്റെ സൈബർ വിങ്ങിലുള്ള ആളുകളാണ്. P. ജയരാജൻ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രചരിപ്പിക്കുന്നത്. ഇത് തെറ്റായ സന്ദേശമാണെങ്കിൽ അത് പ്രചരിപ്പിക്കാതിരിക്കുന്നത് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ പറഞ്ഞല്ലോ ഒന്നാമത്തെ കാര്യം അത്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ പറഞ്ഞപ്പോ ഒരു അക്ഷരം മിണ്ടാതെ ഞാൻ കേട്ടിരുന്നില്ലേ? താങ്കളുടെ ന്യായീകരണമൊക്കെ ഞാൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നും. ഞാൻ പറയട്ടെ. താങ്കൾ വ്യാജ ID കാർഡ് ഉള്ളത് കൊണ്ടാണ് പിടിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. P. ജയരാജൻ വെണ്ണപ്പാളി പരാമർശം നടത്തിയ P. ജയരാജന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ് വന്നത്. നിങ്ങൾ എന്താ ചെയ്യാ? നടപടി സ്വീകരിക്കോ? എന്താ നടപടി ഒന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ദേശാഭിമാനി പത്രം, ഉത്തരവാദിത്തപ്പെട്ട പത്രമല്ലേ, അതിൽ വന്നിട്ടുള്ള എത്രയോ വ്യാജ വാർത്തകൾ, അശ്ലീല പരാമർശമുള്ള വാർത്തകൾ, തെറ്റായ പരാമർശങ്ങൾ, എന്തിന് പെൻഷന് വേണ്ടിയിട്ട് ഹൈക്കോടതി പോയ മറിയക്കുട്ടിയെ കുറിച്ച് വരെ കള്ള വാർത്ത കൊടുത്തില്ലേ? എന്ത് നടപടിയാണ് നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ MM മണിക്കെതിരെ നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. പറയട്ടെ. ഞാൻ പറയട്ടെ സ്മൃതി, ആതിരോടും ഒരു മിനിറ്റ് ആതിരോട് ഇടപെടലെന്ന് പറയൂ. ഞാൻ പറയട്ടെ. VS അച്യുതാനന്ദൻ വന്യവയോധികനായിട്ടുള്ള നേതാവല്ലേ, അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളുണ്ടല്ലോ. ഇതെല്ലാം എടുത്തു വായിക്കാനോ എടുത്തു പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ പറഞ്ഞ അതേ മൊറാലിറ്റി തന്നെ കീപ്പ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെ നമ്മൾ മൊറാലിറ്റി കീപ്പ് ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പ്രചരിക്കാതിരിക്കാനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഷോബിനെതിരെ നമ്മൾ നടപടി സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ, ഷോബിന്റെ നടപടി തെറ്റാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയണം, അത് പ്രചരിപ്പിക്കുന്നത് CPM-ന്റെ സൈബർ വിങ് ആണ്. ഇനി ഫോട്ടോയിൽ ഉള്ളത് കൊണ്ട് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ആരുടെയെങ്കിലും കൂടെ ഫോട്ടോയിൽ നിന്നുകൊണ്ട് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിൽ പാനൂര് ബോംബ് പൊട്ടിച്ചപ്പോ ബോംബ് പൊട്ടി മരിച്ചവനും ബോംബ് ഉണ്ടാക്കിയവരുടെയും ഉത്തരവാദിത്തം KK ശൈലജയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തിരുത്തോ? നിങ്ങൾ അത് സമ്മതിക്കോ? അത് ഫോട്ടോയിലില്ലേ? അതെന്താ സമ്മതിക്കാത്തത്? നിങ്ങൾ ഉണ്ടാക്കിയ വ്യാജ മോർഫ്ഡ് ഫോട്ടോ ആണ്. കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ, കള്ളം പറയല്ലേ. കല്യാണത്തിന് ആതിര വിഷമിക്കല്ലേ. ആതിര ഈ പറയുന്ന ആതിര പറഞ്ഞ പ്രതിപക്ഷ ബഹുമാനം ഞാൻ സംസാരിക്കുമ്പോൾ ആതിര തിരിച്ചെന്നോട് കാണിക്കുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ ഞാൻ ഉരുളയോ അല്ല ആതിര, ഞാൻ ഉരുളാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ, അത് നാട്ടുകാർ തീരുമാനിക്കട്ടെ, കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, KK ശൈലജ തന്നെ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് പോയപ്പോഴോ മറ്റോ എടുത്ത ഫോട്ടോ ആയിരിക്കുന്നു. ഇതേ ആനുകൂല്യം എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ കിട്ടാതിരിക്കുന്നു? ഇതേ ആനുകൂല്യം എന്തുകൊണ്ട് KK ശൈലജ അതേ ന്യായീകരണം എന്തുകൊണ്ട് ന്യായീകരിക്കല്ലേ? തെറ്റ് പറയല്ലേ, കള്ളം പറയല്ലേ. പിന്നെ താങ്കൾ ന്യായീകരിക്കില്ലേ? ഞാൻ പറയട്ടെ ആതിര അല്ല ആതിര, ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്, അല്ലാത്ത സമയത്ത് പറയുന്നതുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതിന് ഇച്ചിരി വെയിറ്റേജ് കൂടുതലുണ്ടെന്ന്. തെരഞ്ഞെടുപ്പ് സമയത്തല്ല, ഏത് സമയത്തും രാഷ്ട്രീയ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ടവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന അധിക്ഷേപങ്ങൾ തെറ്റാണെന്ന് പറയണം. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത്? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല
അല്ലല്ല അങ്ങനെ പറയല്ലേ അതിരെ KK രമയ്ക്കെതിരെ വടകര തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM ഉത്തരവാദിത്തപ്പെട്ട എന്താ സംശയം? അങ്ങനെ പറയല്ലേ നിങ്ങള് വൺ സൈഡഡ് ആയിട്ട് പറയല്ലേ? രണ്ട് കണ്ണും തുറന്നു വെച്ച് നന്നായിട്ട് കണ്ടിട്ട് കാഴ്ചപ്പാട് രൂപപ്പെടുത്തു. KK രമയുടെ ചിത്രം വെച്ചുകൊണ്ട് മുലക്കച്ച വെച്ചുകൊണ്ട് പ്രചരണം നടത്തിയത് CPM-ന്റെ ഔദ്യോഗിക പരിപാടിയാ അല്ലേ? അത് പ്രൊപ്പഗാൻഡ ആയിരുന്നു, അല്ലാതെ യാദൃശികമായിട്ട് വന്നതൊന്നല്ല. ഒരു സംഘടന ആലോചിച്ച് ഉറപ്പിച്ച് നടപ്പാക്കിയ പരിപാടി. നിങ്ങളാണ് കള്ളം പറയുന്നത്. വടകര മുനിസിപ്പാലിറ്റി പുറങ്കരയിലെ CPM നേതാവ് റിനീഷ് ബാബു ഇദ്ദേഹം ഞങ്ങളുടെ ചർച്ചയിലും കുരുക്ഷേത്ര പരിപാടിയിലും പങ്കെടുത്തുകൊണ്ട് മോശം പരാമർശം നടത്താൻ ശ്രമിച്ചു. അത് ചർച്ചയ്ക്കിടെ അരുൺ തടയുകയും ചെയ്തു. ഉണ്ടായ സംഭവമാണ്. അതുണ്ടായ സംഭവം ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിനെക്കുറിച്ച് ആദ്യം മറുപടി പറയട്ടെ. എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാൾ പറയാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രീതിയിലുള്ള പരാമർശം നടത്തുന്നത് സംഭവം നടന്നത് നമ്മളുടെ മുമ്പിൽ ദൃശ്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ന്യായീകരിക്കല്ലേ? പറയുന്നതല്ല, അങ്ങനെ നടന്നു, അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വടകര തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നടക്കുന്ന വളരെ തെറ്റായ കാര്യങ്ങൾ കൂടി തള്ളി പറയാനും ഇതിന്റെ പിന്നിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്ന സമയത്ത് അല്ല എന്ന് തെളിയിക്കൂ, ഇതൊക്കെ തള്ളി പറയൂ, കൂടെ നിൽക്കുന്ന ആളെ കുറിച്ചെങ്കിലും തള്ളി പറയാൻ സന്നദ്ധമാവൂ. എന്ത് തെളിവാണുള്ളത്? അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലിനെ പറയാൻ എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? പേരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്. അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിക്കാത്ത തെളിവില്ലാഞ്ഞിട്ടാണെന്ന് നിങ്ങൾ പറയുന്നത്. ശൈലജ ടീച്ചറുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കൂ, നടപടി സ്വീകരിക്കൂ. എപ്പോഴാ കേസ് രജിസ്റ്റർ ചെയ്ത്? എന്താണ് നടപടി? ഉത്തരവാദിത്തപ്പെട്ട ആളെന്നല്ലേ താങ്കൾ പറഞ്ഞത്? കേരള സമൂഹത്തിൽപ്പെട്ട ആളാ. എനിക്കും ബേജാറുണ്ട്. എന്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ MLA ആയിട്ടുള്ള KK രമയടക്കം KK ശൈലജ അടക്കമുള്ള ആളുകൾ. അപ്പൊ അവർക്കെതിരെ ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേജാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയം നോക്കിയാൽ ബേജാറുണ്ടാവുള്ളൂ? എനിക്ക് KK ശൈലജയ്ക്കെതിരെ പറഞ്ഞാലും KK രമയ്ക്കെതിരെ പറഞ്ഞാലും ബേജാറുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.